Hi, dear students. Welcome to the session on meaningful verbal learning by David Ausubel. This theory is also named as subsumption theory or assimilation theory. It explains the ways by which verbal learning can be made meaningful. ഈ ഒരു തിയറിയിൽ ഡേവിഡ് ഓസ്ബെൽ എങ്ങനെയാണ് സ്പോക്കൺ അല്ലെങ്കിൽ വാക്കാലുള്ള ഒരു പഠനത്തെ അർത്ഥവത്താക്കി മാറ്റാം എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്കറിയാം, ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സ് ഇറ്റ് വിൽ ബി ഇൻ എ വെർബൽ മോഡ്. ദ ടീച്ചർ വിൽ ബി ഡെലിവറിങ് certain instructions and also she will be explaining the new concepts in the class. We can name it as expository teaching because the teacher explains the new concepts and the students will be receiving such information, means reception learning. So expository teaching and reception learning, ഇത് തന്നെയാണ് ആക്ച്വലി വെർബൽ ലേണിംഗ്, അതായത് വാക്കാലുള്ള ഒരു പഠനം. കൂടുതലായും ക്ലാസ് മുറികളിലെ പഠനം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നടന്നു പോകുന്നത്, വെർബൽ ലേണിംഗ്. ഈ വെർബൽ ലേണിംഗ്, വാക്കാലുള്ള ഈ പഠനത്തെ എത്തരത്തിൽ നമുക്ക് അർത്ഥമുള്ളതാക്കാമെന്നും അർത്ഥവത്താക്കാമെന്നും അങ്ങനെ ലേണിംഗ് ഇഫക്റ്റീവ് ആക്കാമെന്നും പറയുന്ന ഒരു ലേണിംഗ് തിയറിയാണ് ആക്ച്വലി ഡേവിഡ് ഓസുബെലിൻ്റേത്. ഇതിനെ സബ്സംഷൻ തിയറി എന്ന് പറയുന്നതിന് അർത്ഥം എന്തെന്നാൽ, he says that in a classroom the major concepts should be presented at first and then later the sub-concepts. And also he says the importance of subsuming the sub-concepts under the major concepts. So the process by which the sub-concepts are subsumed or included under the major concepts to make the verbal learning meaningful, that is termed as meaningful verbal learning theory. അതായത് ഈ ഒരു തിയറിയിൽ ഡേവിഡ് ഓസ്ബെൽ പറയുന്നത്, എപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ ഒരു പുതിയ ആശയം അവതരിപ്പിക്കുമ്പോൾ മേജർ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിക്കണം. അതിനുശേഷം വേണം അതിൻ്റെ ഉപ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ മേജർ കോൺസെപ്റ്റ്സ് ആദ്യം അവതരിപ്പിച്ച് പിന്നീട് സബ് കോൺസെപ്റ്റ്സ് അവതരിപ്പിച്ച് അത്തരത്തിൽ വെർബൽ ലേണിംഗ് നടക്കുന്ന സമയത്ത് അത് അർത്ഥമുള്ളതാകുമെന്നും അവിടെ ആക്ച്വലി പുതിയ കോൺസെപ്റ്റ്സ് ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് അണ്ടർ ദ മേജർ കോൺസെപ്റ്റ്സ്. നമ്മൾ പഠിച്ച മേജർ കോൺസെപ്റ്റ്സിൻ്റെ കീഴിലേക്ക് പുതിയതായി സ്വരൂപിക്കുന്ന ഓരോ ഉപാശയങ്ങളെയും ശരിയായി ഉൾക്കൊള്ളാൻ, അതുതന്നെയാണ് സബ്സംഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ തിയറി ഇൻ ഡീറ്റെയിൽ. David Paul Ausubel was an American psychologist and educator, and he was born in United States, New York in 1918. He served as a faculty in several universities and retired from the academic work in 1973. And after retirement, he started to practice psychiatry. And also, he was awarded the Thorndike Award by the American Psychological Association in 1976 for the distinguished psychological contributions to education. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തതിൻ്റെ ഫലമായാണ് അദ്ദേഹത്തിന് 1976 തോണ്ടൈക്ക് അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഈ ഒരു മോഡൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ ഇന്നും പാഠ്യപദ്ധതികളിലും അതുപോലെ പാഠ്യപ്രവർത്തനങ്ങളിലും അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് പല പഠന രീതികളും ചിട്ടപ്പെടുത്തുന്നുണ്ട്. Ausubel was highly influenced by the teaching of Jean Piaget, and his ideas are similar to Piaget's ideas of conceptual schemas. Ausubel related this to his explanation of how people acquire the knowledge. David Ausubel theorized that people acquire knowledge primarily by being exposed directly to it rather than through discover. ജീൻ പിയാഷെയുടെ സിദ്ധാന്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ ആശയങ്ങളും ഡേവിഡ് ഓസുബെലിൻ്റെ ചിന്തയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീൻ പിയാഷെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓസുബെൽ തൻ്റെ ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും
പിയാഷെ പറഞ്ഞതുപോലെ തന്നെ കോൺസെപ്ച്വൽ സ്കീമാസ്, നമുക്കറിയാം ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് പുതിയതായി ഓരോ അറിവ് നേടുമ്പോൾ ഒരു വ്യക്തിയിൽ എത്തരത്തിലാണ് ആ ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് രൂപം കൊള്ളുന്നത് എന്നതിനെക്കുറിച്ച് പിയാഷെയുടെ തിയറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്ച്വൽ സ്കീമയിൽ എത്തരത്തിൽ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെയാണ് പുതിയ അറിവുകൾ ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ച്, എങ്ങനെ അവിടെ ലേണിംഗ് നടക്കുന്നു, അതിനെ എങ്ങനെ ഇഫക്റ്റീവ് ആക്കാം എന്നതെല്ലാം ഒസുബൽ ഈ തിയറിയിൽ വിശദീകരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഒസുബൽ പറയുന്നത് ന്യൂ നോളജ്, പുതിയ അറിവുകൾ നമ്മൾ പലപ്പോഴും നേടിയെടുക്കുന്നത് വെളിപ്പെടുത്തലുകളിലൂടെയാണ്. മറ്റൊരാൾ വെളിപ്പെടുത്തുന്നതിൻ്റെ ഫലമായി പുതിയ അറിവുകൾ നമ്മൾ പലപ്പോഴും സ്വായത്തമാക്കുന്നു. ഡിസ്കവറിയിലൂടെയും പുതിയ നോളജ് അല്ലെങ്കിൽ പുതിയ അറിവുകൾ നമുക്ക് നേടിയെടുക്കാം. പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് അന്വേഷണത്തിലൂടെ പുതിയ അറിവുകൾ നേടിയെടുക്കുന്നത് വളരെ കുറവാണെന്നും കൂടുതലായും വെളിപ്പെടുത്തലുകളിലൂടെയാണ്, അതാണ് ബീയിങ് എക്സ്പോസ്ഡ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത്തരത്തിലാണ് ഓരോ വ്യക്തിയും അറിവ് ശേഖരിക്കുന്നതെന്ന്. സോ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ ഫോംസിലുള്ള ഓരോ അറിവും നമ്മൾ വായിച്ച് നേടിയെടുക്കുന്നു അല്ലെങ്കിൽ കേട്ട് നേടിയെടുക്കുന്നു എന്നതാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. And the main things we are going to discuss in this session are the meaningful verbal learning, then about the difference between the meaningful and rote learning, then about assimilation subsumption theory or meaningful verbal learning theory, then the processes involved in it, then about the two new concepts which he proposed in this theory, that is progressive differentiation and integrative reconciliation, and next about the advanced organizers and their types, and at last the educational implications. Meaningful verbal learning. According to Ausubel, meaning is created through some forms of representational equivalence between language and mental context. ഏതൊരു കുട്ടിയും പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതും ഒരു പുതിയ അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്നതും ലാംഗ്വേജ് ആൻഡ് മെൻ്റൽ കോണ്ടെക്സ്റ്റ് ഇത് രണ്ടും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നതിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ എന്ന ഒരു മെൻ്റൽ ഇമേജ് നമ്മളുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന അതേ സമയം തന്നെ APPLE എന്നുള്ള അതിൻ്റെ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ടാണ് ആപ്പിൾ എന്നതിൻ്റെ ശരിയായ ഒരു മീനിങ് ഓരോ വ്യക്തിയും സ്വാംശീകരിക്കുന്നത്. Ausubel's work is usually compared to Bruner's work because both of them held similar views about the hierarchical nature of knowledge. However, Bruner gave more emphasis on discovery process. On the other hand, Ausubel was strongly oriented towards the verbal learning methods of speaking, reading and writing. ഒസുബലിൻ്റെതും ബ്രൂണറുടെയും ആയ സിദ്ധാന്തങ്ങൾക്ക് ഒരുപാട് സാദൃശ്യങ്ങളുള്ളതായി നമുക്ക് കാണാം. ബ്രൂണറും ഒസുബലും അദ്ദേഹത്തിൻ്റെ രണ്ടുപേരും അവരുടെ തിയറികളിൽ, അവരുടെ സിദ്ധാന്തങ്ങളിൽ അറിവിൻ്റെ ഹയറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ സിമ്പിൾ ടു കോംപ്ലക്സ് ഫോംസ്, അത്തരത്തിൽ വേണം എപ്പോഴും പുതിയ കോൺസെപ്റ്റ്സ് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് ഉള്ളതിനെക്കുറിച്ച് ബ്രൂണർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബ്രൂണർ മറ്റുള്ളവരിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഡിസ്കവറി ലേണിംഗ്, അതായത് അന്വേഷണത്തിലൂടെയുള്ള പഠനം, അതിനെ അപേക്ഷിച്ച് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, അതുകൊണ്ടാണ് കൂടുതൽ ലേണിംഗ് ഇഫക്റ്റീവ് ആവുക സാധിക്കുക എന്നതാണ് ഒസുബൽ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു Bruner advocated discovery learning, whereas David Ausubel supported meaningful verbal learning. So that's the difference between both the theories. Bruner advocated discovery learning and Ausubel advocates meaningful verbal learning. And he introduced this meaningful learning theory in educational psychology, cognitive view in 1968. 1968 ഈ ഒരു പുതിയ ആശയം അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നത്, മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് അല്ലെങ്കിൽ മീനിങ്ഫുൾ ലേണിംഗ് തിയറി എന്നതിൻ്റേത്. And according to this theory, to learn meaningfully, individuals must relate new information or new knowledge to relevant concepts that they already know. New knowledge must interact with the learner's knowledge structure. നമുക്കറിയാം, ഒരു കുട്ടി ഓരോ വികാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകൾ സ്വാംശീകരിക്കുന്നുണ്ട് സ്കീമാസ് എന്ന ഫോമിൽ. ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ സ്കീമാസ് അവൻ പ്രോപ്പറായിട്ട് അസിമുലേറ്റ് ചെയ്തു അക്കമഡേഷനിലൂടെയുമെല്ലാം അവൻ്റെ ആ ഒരു അറിവിൻ്റെ ഘടന വളർന്നുകൊണ്ടിരിക്കുന്നു, വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ശരിയായ ഒരു ഘടന രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് ഓരോ പുതിയ അറിവുകളും
ന്യൂ നോളേജ്, ഓരോ പുതിയ അറിവുകളെയും ഈ എക്സിസ്റ്റിംഗ് നോളേജ്, കുട്ടി ഓൾറെഡി അക്വയർ ചെയ്തിട്ടുള്ള അറിവ്, അതായത് നിലവിലുള്ള അറിവുമായി കണക്റ്റ് ചെയ്തുകൊണ്ടാണ് പഠനം നടത്തുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടിക്ക് ഓരോ പുതിയ അറിവുകളും നേടാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകളിലാണെങ്കിലും പുതിയ ഓരോ ആശയങ്ങളെയും കുട്ടികൾക്ക് ഓൾറെഡി അറിയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ആശയങ്ങളെ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത്. അത്തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ പുതിയ അറിവിനെ പഴയ അറിവുമായി ബന്ധപ്പെടുത്തി എളുപ്പത്തിൽ തന്നെ സ്വാംശീകരിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നു. And now he discusses the ways by which meaningful verbal learning can take place. So first he talks about expository teaching. Expository teaching, as we discussed before, that is a means by which a teacher explains new concepts in front of the class. A teacher will be giving descriptions based on the new concept and she will explain the content. And that's called expository teaching. ടീച്ചർ നൽകുന്ന വിശദീകരണങ്ങളിലൂടെ ഒരു പുതിയ ആശയം ടീച്ചർ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന രീതി തന്നെയാണ് എക്സ്പോസിറ്ററി ടീച്ചിങ്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പോസിറ്ററി ടീച്ചിങ്, സ്റ്റുഡൻസ് വിൽ റിസീവ് സർട്ടൻ ന്യൂ ഇൻഫർമേഷൻ. ഇതിൻ്റെ ഫലമായി തന്നെ കുട്ടികൾ പുതിയ അറിവുകൾ നേടിയെടുക്കുന്നു. അതിന് റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നതിന് ഈ രണ്ട് കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ നടക്കേണ്ടതുണ്ട്: എക്സ്പോസിറ്ററി ടീച്ചിങ് ആൻഡ് റിസപ്ഷൻ ലേണിംഗ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നതിനെ എക്സ്പോസിറ്ററി ടീച്ചിങ് അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് നൗ ഹി ടോക്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് എമംഗ് ഐഡിയാസ്. അദ്ദേഹം പറയുന്നു, പുതിയ ഓരോ അറിവുകളും അല്ലെങ്കിൽ പുതിയ ഒരു ആശയം കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പുതിയ ഓരോ ആശയങ്ങളും കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അവതരിപ്പിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ ഗോയിങ് ടു ടീച്ച് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് multiplication process. So they already know about addition. So we can say multiplication is actually repeated addition. So അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു പുതിയ കോൺസെപ്റ്റ്, അവിടെ കുട്ടികൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അഡിഷൻ എന്നത്. സോ ആ അഡിഷൻ, അതിൻ്റെ റിപ്പീറ്റഡ് അഡിഷൻ എന്നത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പഴയ ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ആശയത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും അതുകൊണ്ട് തന്നെ ആ ആശയം വളരെ ഈസിയായി, വളരെ ഇഫക്റ്റീവായി, ശരിയായ രീതിയിൽ കുട്ടികൾക്ക് സ്വാംശീകരിക്കാനും സാധിക്കുന്നു. ആൻഡ് നൗ ഹി സേസ് ദ റൂട്ട് മെമ്മറൈസേഷൻ ഈസ് നോട്ട് മീനിങ്. വെറുതെ ഉരുവിട്ട് പഠിച്ചതുകൊണ്ട് അതൊരിക്കലും അർത്ഥവത്താകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് നോളേജ്. ഇങ്ങനെ വെറുതെ ഉരുവിട്ട് പഠിക്കുന്നത് ഒരിക്കലും ഉള്ള അറിവുമായി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളേജുമായി ശരിയായ രീതിയിൽ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുമില്ല. ടീച്ചർ പ്രസൻറ്റ് മെറ്റീരിയൽസ് ഇൻ എ കെയർഫുള്ളി ഓർഗനൈസ്ഡ് ആൻഡ് സീക്വൻഷ്യൽ ഫോം. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് നടക്കണമെങ്കിൽ മറ്റൊരു പ്രധാന കാര്യം, ഓരോ അധ്യാപകരും അവരുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട ഓരോ പുതിയ ആശയങ്ങളെയും ശരിയായ രീതിയിൽ ക്രമീകരിച്ചും ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയും വേണം ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത് എന്നത് തന്നെയാണ്. ആൻഡ് ഓൾസോ ഹി സേസ് അബൌട്ട് ദ വേ ടു ഫോളോ ഡിഡക്റ്റീവ് റീസണിങ്. ദാറ്റ് ഈസ് ദ ജനറൽ കോൺസെപ്റ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ the specific concepts. So general to specific, ഓരോ പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുമ്പോൾ അതിലെ ജനറൽ, പൊതുവായ, സാർവത്രികമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേണം സ്പെസിഫിക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് പറയേണ്ടത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. And now we are going to discuss about the main difference between meaningful and rote learning. Ausubel distinguishes between meaningful and rote learning as described below. Meaningful learning is learning that is well anchored and integrated in the cognitive structure. It occurs when learner can find meaning in the information presented. Meaningful learning won't occur unless the new ideas are presented in a clear way that enables their relating with other ideas. Unless the learner already possesses those other ideas, he can relate the new ones. And unless the learner actually makes a conscious attempt to do so. സോ മീനിങ് ഫുൾ ലേണിംഗ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അർത്ഥവത്തായ പഠനം നടക്കണമെങ്കിൽ അതിനെ അറിവിൻ്റെ ഘടനയിലേക്ക് ശരിയായ രീതിയിൽ കോർത്തിണക്കാൻ സാധിക്കണം എന്നതാണ്. ആങ്കറിങ് എന്നൊരു വേർഡ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ആങ്കർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊളുത്തുക അല്ലെങ്കിൽ കണ്ണി ചേർക്കുക എന്നതാണ്. സോ ഓരോ വ്യക്തിയിലും നിലവിലുള്ള
കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, അവൻ്റെ അറിവിൻ്റെ ഘടന, അതിലേക്ക് ശരിയായ രീതിയിൽ കണ്ണി ചേർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് കൊളുത്തിക്കൊണ്ട് വേണം പുതിയ അറിവുകൾ ഓരോ വ്യക്തിയിലേക്കും നൽകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. And meaningful learning won't occur unless the new ideas are presented in a clear way that enables their relating with other ideas. സോ അർത്ഥവത്തായ ഒരു പഠനം നടക്കണമെങ്കിൽ ഇത്തരത്തിലൊരു റിലേറ്റീവ് സ്റ്റഡി, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ ഒരു റിലേഷൻഷിപ്പ്, പുതിയ ഐഡിയാസും പഴയ ഐഡിയാസും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അർത്ഥവത്തായി പഠിക്കാൻ സാധിക്കുന്നതല്ല. സോ മീനിങ് ഫുൾ ലേണിംഗ് എന്നതുകൊണ്ട് ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ന്യൂ നോളേജ് ഷുഡ് ഓൾവേസ് ബി presented in such a way that it will be able to link or it will get integrated with the existing knowledge. നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പുതിയ അറിവുകളെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അത്തരത്തിൽ പുതിയ അറിവും പഴയ അറിവും അല്ലെങ്കിൽ പഴയ നിലവിലുള്ള അറിവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമ്പോൾ അർത്ഥവത്തായി പഠനം നടക്കുന്നെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ റോട്ട് ലേണിംഗ്, അതായത് വെറുതെ ഉരുവിട്ടുകൊണ്ട് ഒരു പഠനം നടക്കുമ്പോൾ അവിടെ ഒരിക്കലും ഒരു കണ്ണിചേരലോ അല്ലെങ്കിൽ കുട്ടിയുടെ അറിവിൻ്റെ ഘടനയുമായി ശരിയായ രീതിയിൽ കണ്ണി ചേർക്കാനോ കൊളുത്തപ്പെടാനോ ശരിയായി അതുമായി ബന്ധപ്പെടുത്താൻ കുട്ടിക്ക് സാധ്യമാകാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, റോട്ട് ലേണിംഗ്, വെറുതെ ഉരുവിട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും മറന്നു പോകാനും പിന്നീട് ഓർത്തെടുക്കാൻ പ്രയാസപ്പെടുന്നതായും കാണപ്പെടുന്നു. And now we are going in detail to the theory, assimilation theory or subsumption theory. നേരത്തെ പറഞ്ഞതുപോലെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, ഇതിൽ നിന്നും ഉത്ഭവിച്ച ഒരു തിയറി തന്നെയാണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി എന്നത്. അതായത് വെർബൽ ലേണിങ്ങിനെ എങ്ങനെ മീനിങ് ഫുൾ ആക്കാം, എങ്ങനെ അർത്ഥവത്താക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് സബ്സംഷൻ അല്ലെങ്കിൽ അസിമിലേഷൻ തിയറി. ഇവിടെ സബ്സംഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് കോൺസെപ്റ്റ് ഷുഡ് ബി സബ്സ്യൂംഡ് ഓർ ഷുഡ് ബി ഇൻക്ലൂഡഡ് അണ്ടർ ദ മേജർ കോൺസെപ്റ്റ്സ്. സോ ക്ലാസ് മുറികളിലെ വെർബൽ ലേണിംഗ് എന്ന അപ്രോച്ചിലൂടെ പഠനം നടക്കുമ്പോൾ ആദ്യം മേജർ കോൺസെപ്റ്റ്സ് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, പിന്നീട് സബ് കോൺസെപ്റ്റ്സ് അവതരിപ്പിക്കുന്നു. അത്തരത്തിൽ കുട്ടികൾക്ക് സബ് കോൺസെപ്റ്റ്സ്, ഓരോ പുതിയ സബ് കോൺസെപ്റ്റ്സ്, ഈ ഓരോ സബ് കോൺസെപ്റ്റ്സ് ഇറ്റ് ഷുഡ് ബി സബ്സ്യൂംഡ് അണ്ടർ ദ മേജർ കോൺസെപ്റ്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സബ്സംഷൻ തിയറി എന്നും പേരിട്ടിരിക്കുന്നത്. So assimilation or subsumption theory, it is also referred to as the theory of advanced organizer. So ഈ ഒരു തിയറിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, തിയറി ഓഫ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. സോ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി എന്ന് പറയാം, അസിമിലേഷൻ തിയറി അല്ലെങ്കിൽ സബ്സംഷൻ തിയറി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം തിയറി ഓഫ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. Ausubel subsumption theory is based on the idea that an individual's existing cognitive structure, അതായത് ഓർഗനൈസേഷൻ, സ്റ്റെബിലിറ്റി ആൻഡ് ക്ലാരിറ്റി ഓഫ് നോളജ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഇസ് എ പ്രിൻസിപ്പൽ ആൻഡ് ബേസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ലേണിംഗ് ആൻഡ് റിട്ടൻഷൻ ഓഫ് മീനിങ് ഫുൾ മെറ്റീരിയൽസ്. പഠനത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഓരോ വ്യക്തിയുടെയും കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, അറിവിൻ്റെ ഘടന എന്നാണ് ഔസുബൽ പറയുന്നത്. സോ ലേണിംഗ് ശരിയായി നടക്കണമെങ്കിൽ, പഠനം ശരിയായി നടക്കണമെങ്കിൽ ഓരോ വ്യക്തിയിലെയും അറിവിൻ്റെ ഘടന, കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, അത് ശരിയായ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടാകണം. അവിടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള അറിവും വളരെ ക്ലിയറായി, ക്ലാരിറ്റി, വളരെ വ്യക്തതയോടു കൂടിയും ശരിയായ രീതിയിലും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതിയ അറിവുകൾ സ്വായത്തമാക്കാൻ ഓരോ വ്യക്തിക്കും സാധ്യമാകുന്നുള്ളൂ. ദിസ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേറ്റിംഗ് ന്യൂ ഐഡിയാസ് ടു എ സ്റ്റുഡൻസ് എക്സിസ്റ്റിംഗ് നോളജ് ബേസ് ബിഫോർ ദ ന്യൂ മെറ്റീരിയൽ ഇസ് പ്രസൻറ്റഡ്. അതുകൊണ്ട് തന്നെ പുതിയ ഓരോ ആശയങ്ങളും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ അവർ ഓൾറെഡി സ്വായത്തമാക്കിയ അറിവ് അല്ലെങ്കിൽ അവർ ഓൾറെഡി സ്വായത്തമാക്കിയ ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. ദിസ് തിയറി ഈസ് അപ്ലൈഡ് ഇൻ ദ അഡ്വാൻസ്ഡ് ഓർഗനൈസർ സ്ട്രാറ്റജി ഡെവലപ്ഡ് ബൈ ഔസുബൽ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ എന്ന് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഓർഗനൈസർ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ടീച്ചിങ് പ്രോസസ്സ്, അതിലും ഈ ഒരു തിയറി തന്നെയാണ് അദ്ദേഹം അപ്ലൈ ചെയ്തിരിക്കുന്നത്. And now we are going to see a diagrammatic representation of the way of subsumption. Okay, so you can see here, ഇവിടെ ഒരു വ്യക്തി, ഒരു കുട്ടി, ആ കുട്ടിയുടെ
കൊഗ്നിറ്റീവ് സ്ട്രക്ചറിനെയാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ കുട്ടിയുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഒരുപാട് സ്കീമയുണ്ട്. ഈ സ്കീമ ഓരോ സമയങ്ങളായി കുട്ടിക്ക് പുറത്തു നിന്ന് കിട്ടുന്ന ഓരോ അറിവിനും അനുസരിച്ച് ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ രൂപമാറ്റം സംഭവിക്കുന്നു, ഇതിന് വികാസം സംഭവിക്കുന്നു. ഇത്തരത്തിലാണ് പഠനം സംഭവിക്കുന്നത്. അപ്പോൾ പുതിയ സ്കീമാസ് വരുന്നതിനനുസരിച്ച് ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സോ ഈ പാസ്റ്റ് നോളേജ് അല്ലെങ്കിൽ സ്കീമ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിലവിലുള്ള അറിവിനെ ഒസുബൽ സബ്സ്യൂമർ എന്നാണ് പറയുന്നത്. സോ കുട്ടി ഓൾറെഡി നേടിയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ നിലവിലുള്ള അറിവിനെ അദ്ദേഹം സബ്സ്യൂമർ എന്ന് പറയുന്നു. ആൻഡ് ദ ന്യൂ നോളേജ്, ദ ന്യൂ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ, ഇറ്റ് നീഡ്സ് ടു ബി സബ്സ്യൂംഡ്. ഈ പുതിയ അറിവിനെ കുട്ടി ഓൾറെഡി നേടിയിട്ടുള്ള അറിവുകളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, സബ്സ്യൂം ചെയ്യണം. അത് തന്നെയാണ് പ്രോസസ് ഓഫ് സബ്സംഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to Ausubel's theory, learning occurs through development of new cognitive structures that will hold newly acquired information. നമുക്കറിയാം, എപ്പോഴും പഠനത്തിലൂടെയാണ് പുതിയ സ്കീമാസ് നമ്മൾ സ്വാംശീകരിക്കുന്നതിലും അതിലൂടെയാണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ അറിവിൻ്റെ ഘടന അല്ലെങ്കിൽ വൈജ്ഞാനിക ഘടനയിൽ വികാസം സംഭവിക്കുന്നത്. സോ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ വിഷയത്തിലും ഓരോ വ്യക്തിക്കുമുള്ള അറിവിനെ ശരിയായ രീതിയിൽ വ്യക്തമായി ചിട്ടയോടുകൂടി ശരിയായി ക്രമീകരിച്ചതിനെയാണ് അദ്ദേഹം കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ചിട്ടയോടുകൂടി ശരിയായ രീതിയിൽ ക്രമീകരിച്ച ഒരു അറിവിൻ്റെ ഘടനയുള്ള ഒരു വ്യക്തിക്ക് വളരെ സുഗമമായി തന്നെ പുതിയ ഏതൊരു അറിവും അല്ലെങ്കിൽ ന്യൂ നോളേജ്, പുതിയ ഏതൊരു അറിവും ഇതിലേക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. And it is hierarchically organized in terms of highly inclusive concepts under which are subsumed less inclusive sub-concepts and informational data. അദ്ദേഹം ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു. കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ശരിയായ രീതിയിൽ രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്രമീകരിക്കുമ്പോൾ അതിലേക്ക് പുതിയ അറിവുകൾ നേടുന്നു എന്നത് മാത്രമല്ല, ഈ അറിവുകൾ നേടുന്നത്, ആ അറിവുകളെ ക്രമീകരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഹൈലി ഇൻക്ലൂസീവ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മേജർ കോൺസെപ്റ്റ്സ് അതിപ്രധാനമായ അല്ലെങ്കിൽ പൊതുവായ പല ആശയങ്ങളുമാണ് ആദ്യം കുട്ടി രൂപപ്പെടുത്തുന്നത്. അതിനു കീഴിലായി ഒരുപാട് സബ് കോൺസെപ്റ്റ്സ് പിന്നീട് കുട്ടി രൂപപ്പെടുത്തിയെടുക്കുന്നു. സോ ഇത്തരത്തിലാണ് മെയിൻ കോൺസെപ്റ്റ്സിനു താഴെയായി അല്ലെങ്കിൽ അതിനു കീഴിലായിട്ടാണ് ഒരുപാട് സബ് കോൺസെപ്റ്റ്സ് ഓരോ വ്യക്തികളും സ്വായത്തമാക്കി എടുക്കുന്നത്. ആസ് മെൻഷൻ, നോളജ് ഇസ് ഓർഗനൈസ്ഡ് ഹൈറാർക്കിക്കലി ഇൻ എ pyramidal shape where more general ideas and concepts appear at the top of the pyramid and get more and more specific to the bottom of it. New knowledge is assimilated in this hierarchy by anchoring to already existing more general ones. So നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അറിവ് എന്നത് പറഞ്ഞത് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് എന്നതുപോലെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലായി നമുക്ക് പറയാം ജനറൽ ഐഡിയാസ്, പൊതുവായ അല്ലെങ്കിൽ സാർവത്രികമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് ആദ്യം കുട്ടി ശേഖരിക്കുന്നത്. അതിന് കീഴിലായി ഒരുപാട് സബ് കോൺസെപ്റ്റ്സ്, ഉപആശയങ്ങൾ കുട്ടി സ്വാംശീകരിക്കുന്നു. ഇത്തരത്തിൽ ഒരു പിരമിഡ് ഷേപ്പ് പോലെയാണ് ഓരോ കുട്ടിയിലും അറിവ് സ്വാംശീകരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. സോ പിന്നീട് ഇത്തരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, ഇങ്ങനെ നിൽക്കുന്ന ഒരു അറിവിൻ്റെ ഘടനയിലേക്ക് പിന്നീട് വീണ്ടും ഒരു പുതിയ നോളേജ്, ഒരു പുതിയ അറിവ് ശരിയായ തരത്തിൽ കൊളുത്തി എടുക്കാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തി എടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ആ അറിവിനെ ശരിയായ രീതിയിൽ തന്നെ ഇതിലേക്ക് സ്വാംശീകരിക്കാനും പിന്നീട് കുട്ടിക്ക് വളരെ സുഗമമായി തന്നെ അതിനെ ഓർത്തെടുക്കാനും സാധിക്കുന്നു. If the cognitive structure is well organized, it enables faster learning in terms of adding new ideas and structures to it, and therefore is a key aspect of learning. അതായത് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു അറിവിൻ്റെ ഘടനയുള്ള വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പുതിയ അറിവുകളെ ഈ ഒരു ഘടനയിലേക്ക് സ്വാംശീകരിക്കാനും പുതിയ അറിവുകൾ നേടിയെടുക്കാനും സാധിക്കുന്നു. ഇഫ് ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഇസ് അൺഓർഗനൈസ്ഡ്, എന്നാൽ ഇത് ശരിയായ രീതിയിൽ ഓർഗനൈസ്ഡ് അല്ല, പ്രോപ്പറായി ഇതിനെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ അവിടെ പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതും വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. As a result of meaningful learning, the new idea will remain anchored to a so-called subsumer. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു,
എക്സിസ്റ്റിംഗ് നോളജ് അല്ലെങ്കിൽ നിലവിലുള്ള അറിവിനെയാണ് അദ്ദേഹം ഇവിടെ സബ്സ്യൂമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ പുതിയ അറിവുകളെയും ഈ സബ്സ്യൂമർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ശരിയായ രീതിയിൽ കൊളുത്തിയെടുക്കാൻ മീനിങ് ലേണിംഗ് എന്നതുകൊണ്ട് സാധിക്കുന്നു. വെൻ ഇൻഫർമേഷൻ ഈസ് സബ്സ്യൂംഡ് ഇൻ ടു ലേണേഴ്സ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഹൈറാർക്കിക്കലി. ഇത്തരത്തിൽ സ്വാംശീകരിച്ചെടുക്കാൻ, പുതിയ അറിവിനെ സ്വാംശീകരിച്ചെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ആ അറിവിനെ പിന്നീട് തൻ്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, അതായത് തൻ്റെ വൈജ്ഞാനിക ഘടന അല്ലെങ്കിൽ അറിവിൻ്റെ ഘടനയിലേക്ക് ശരിയായി ക്രമീകരിക്കാൻ വ്യക്തി ശ്രമിക്കുന്നു. ആൻഡ് ദ ന്യൂ മെറ്റീരിയൽ ക്യാൻ ബി സബ്സ്യൂംഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ശരിക്കും നമുക്ക് 2 തരത്തിലാണ് ഇവിടെ സബ്സംഷൻ നടക്കുന്നത്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകോൺസിലിയേഷൻ നമ്മളിത് പറയും. സോ അത് രണ്ടും നടക്കണമെങ്കിൽ, അവിടെ നടക്കണമെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു സ്റ്റേബിൾ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, അതായത് ശരിയായൊരു അറിവിൻ്റെ ഘടന രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ശരിയായ ഒരു അറിവിൻ്റെ ഘടന, ശരിയായ രീതിയിൽ ക്രമീകരിച്ച ഒരു ഘടന ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ അറിവുകളെ വളരെ സുഖമായി തന്നെ ഓരോ വ്യക്തിക്കും സ്വാംശീകരിക്കാൻ സാധിക്കുള്ളൂ. ദിസ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, നിലവിലുള്ള അറിവിന് വളരെ പ്രാധാന്യമുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഇൻ ടു വിച്ച് ന്യൂ ലേണിംഗ് ഇസ് റിലേറ്റഡ്. പുതിയ ഓരോ അറിവുകളും ഉള്ള അറിവുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഓരോ ആളുകളും സ്വായത്തമാക്കുന്നത്. ആൻഡ് ദ പ്രിൻസിപ്പൽസ് behind this theory. The first one, he said about the most general ideas of a subject should be presented first and then progressively differentiated in terms of detail and specificity. നേരത്തെ പറഞ്ഞു ജനറൽ ടു സ്പെസിഫിക്, അത് തന്നെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതായത് ഏതൊരു കാര്യവും ഏതൊരു ആശയവും കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ജനറൽ കോൺസെപ്റ്റ്സ്, ജനറൽ അതായത് പൊതുവായ അല്ലെങ്കിൽ സാർവത്രികമായ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം, അവതരിപ്പിച്ചതിന് ശേഷം മാത്രം വേണം സ്പെസിഫിക് ഡീറ്റെയിൽസ്, അതിൻ്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് കടന്നു പോകേണ്ടത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഹി സെഡ് അബൌട്ട് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഷുഡ് അറ്റംപ്റ്റ് ടു ഇൻറ്റഗ്രേറ്റ് ന്യൂ മെറ്റീരിയൽസ് വിത്ത് പ്രീവിയസ്ലി ലേൺ മെറ്റീരിയൽ ബൈ കമ്പയറിംഗ് ന്യൂ ആൻഡ് ഓൾഡ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. സോ അതുപോലെ തന്നെ ജനറൽ ടു കോൺസെപ്റ്റ് എന്നത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഓരോ അധ്യാപകരും ഉപയോഗിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, പഠനം നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസ്, ഇറ്റ് ഷുഡ് അറ്റംപ്റ്റ് ടു ഇൻറ്റഗ്രേറ്റ് ന്യൂ മെറ്റീരിയൽസ്. അവിടെ പുതിയ അറിവുകളെ പഴയ അറിവുകളുമായി കോർത്തിണക്കാൻ പറ്റുന്ന രീതിയിൽ, എക്സിസ്റ്റിംഗ് നോളേജുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വേണം പുതിയ അറിവുകളെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ഇതുതന്നെയാണ് ഇതിൻ്റെ 2 മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് ഫോളോ ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, ജനറൽ ടു സ്പെസിഫിക് കോൺസെപ്റ്റ്സ്, അത്തരത്തിൽ വേണം ഓരോ പുതിയ കോൺസെപ്റ്റ്സും അവതരിപ്പിക്കേണ്ടത്. ആൻഡ് ഓൾസോ ദ ന്യൂ നോളജ് ഷുഡ് ഓൾവേസ് ബി റിലേറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ്. ന്യൂ നോളജ് പ്രസൻറ്റഡ് ഷുഡ് ഓൾവേസ് ബി ഇൻ റിലേഷൻ ടു ദ എക്സിസ്റ്റിംഗ് നോളജ്. ആൻഡ് ദർ ആർ 3 prerequisites in order for the significant learning to occur. അദ്ദേഹം പറയുന്നു ഇതിനായി 3 പ്രധാന കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ദ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് മസ്റ്റ് ഹാവ് എ ലോജിക്കൽ മീനിങ്. എന്ത് ആശയമാണോ, എന്തൊരു കാര്യമാണോ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അത് വളരെ യുക്തിയുക്തമായ രീതിയിൽ അർത്ഥവത്തുള്ളതാകാൻ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ലേണർ മസ്റ്റ് ബി പ്രോആക്റ്റീവ് ഇൻ ദ ന്യൂ കോൺസെപ്റ്റ് ഓഫ് നോളജ് ആൻഡ് ദർ ഇസ് എ ക്വിക്ക് കോൺടാക്ട് ബിറ്റ്വീൻ ദ ടെൻഡൻസീസ്. മറ്റൊരു കാര്യം, ഓരോ കുട്ടികൾക്കും ഓരോ പഠിതാവിനും സജീവമായി തന്നെ ഈ ഒരു പുതിയ ആശയത്തിലേക്ക്, പ്രോആക്റ്റീവ് ഇൻ ദ ന്യൂ കോൺസെപ്റ്റ്, സജീവമായി തന്നെ ഈ ഒരു പുതിയ ആശയം സ്വീകരിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പഠന രീതികളെല്ലാം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. ആൻഡ് ലേണേഴ്സ് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് മസ്റ്റ് ഹാവ് എ പ്രോപ്പർ അസിമുലേഷൻ ഓഫ് ന്യൂ നോളജ് ആൻഡ് ഐഡിയാസ്. അതുപോലെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിലേക്ക് പുതിയ നോളജ്, പുതിയ അറിവുകളെ ശരിയായി സ്വായത്തമാക്കാൻ ഉതകുന്ന അസിമുലേഷൻ പ്രോസസ്സ് ശരിയായി നടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ വേണം നൽകേണ്ടത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സീ ദ പ്രോസസ്സസ് ഓഫ് മീനിങ്ഫുൾ ലേണിംഗ്. ഇത്തരത്തിൽ അർത്ഥവത്തായ പഠനം നടക്കണമെന്നുണ്ടെങ്കിൽ, മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീണ്ടും പറയുന്നു, സബ്സ്യൂമിങ് ദ സബ് കോൺസെപ്റ്റ്സ് അണ്ടർ ദ മേജർ കോൺസെപ്റ്റ്സ്. അതാണ് സബ്സംഷൻ. ദ പ്രോസസ് ഓഫ് സബ്സ്യൂമിങ് ഓർ ഇൻക്ലൂഡിങ് ദ സബ് കോൺസെപ്റ്റ്സ് അണ്ടർ ദ മേജർ കോൺസെപ്റ്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് സബ്സംഷൻ. സോ ഈ ഒരു സബ്സംഷൻ അല്ലെങ്കിൽ മീനിങ്ഫുൾ ലേണിംഗ് എന്നത് 4 രീതിയിൽ നടക്കാം. സോ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് സബ്സംഷൻ എന്നതാണ്. ഡെറിവേറ്റീവ് സബ്സംഷൻ അതായത് കുട്ടി ഓൾറെഡി നേടിയെടുത്ത ഒരാശയം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ
ഫ്രൂട്ട്സ് എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് കുട്ടിക്ക് നല്ല വ്യക്തമായൊരു ധാരണയുണ്ട്. ആ ആശയം കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മുന്നിൽ നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ കൊടുക്കുന്നു. സോ ആദ്യം ആപ്പിൾ, പിന്നീട് മാംഗോ, പൈനാപ്പിൾ, പിന്നീട് പുതിയ ഒരുപാട് ഫ്രൂട്ട്സ്, ചെറി, പീച്ച് ഫ്രൂട്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ കുറേ ഉദാഹരണങ്ങൾ ഈ ഫ്രൂട്ട്സ് എന്ന മേജർ കോൺസെപ്റ്റിന് താഴെയായി കുട്ടി സ്വായത്തമാക്കുന്നു. ഇതിനെയാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി കുട്ടി അക്വയർ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതിലേക്ക് അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ നേടിയെടുക്കുന്നതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ. ഇവിടെ മറ്റൊരു ഉദാഹരണം കാണാം. ട്രീസ് എന്ന് പറയുന്ന ഒരു ആശയം അത് സ്വായത്തമാക്കിയ ഒരു കുട്ടി. മരം എന്നാൽ എന്തെന്നറിയാം, മരം എങ്ങനെ ഇരിക്കും, എത്രത്തോളം ഇറ്റ് വിൽ ബി ടോൾ, അതിൻ്റെ ഏകദേശമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും ധാരണയുള്ള ഒരു കുട്ടി, പല മരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിക്ക് മുന്നിൽ പുതിയൊരു മരം, പെസിമൺ ട്രീസ്. സോ ഈ പെസിമൺ ട്രീസ് എന്ന് പറയുന്നതും ഈ ട്രീസ് എന്ന ഒരു ആശയത്തിൻ്റെ ഉള്ളിൽ പെടുന്നതാണ്, ഇതിനൊരു ഉദാഹരണമാണെന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന പ്രോസസ്സിലൂടെ നടക്കുന്നത്. ഇനി മറ്റൊരു പ്രോസസ്സ് കാണാവുന്നത് കോറിലേറ്റീവ് സബ്സംഷനാണ്. അതായത് ഇലാബറേഷൻ, എക്സ്റ്റൻഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് എ പ്രീവിയസ്ലി ലേൺ കോൺസെപ്റ്റ്. മുൻകൂട്ടി പഠിച്ച ഒരാശയം, മുൻകൂട്ടി ആർജിച്ചെടുത്ത ഒരാശയം, ആ ആശയത്തിൻ്റെ കുറച്ചുകൂടി വലിയ ഒരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇവിടെ കൂടുതൽ അറിവ്, നേടിയെടുത്ത ആശയത്തിൻ്റെ കൂടുതൽ അറിവിലേക്ക് കുട്ടിയെ നയിക്കുന്നതാണ് കോറിലേറ്റീവ് സബ്സംഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫ്രൂട്ട്സ് എന്നാൽ എന്തെന്ന് കുട്ടിക്കറിയാം, അതിൻ്റെ ഉദാഹരണങ്ങളും കുട്ടിക്കറിയാം. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പിന്നീട് കുട്ടി മനസ്സിലാക്കുന്നു. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു ഡയറ്ററി ഫൈബറാണ്, അതുപോലെ വലിയ ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ്. പിന്നീട് കുട്ടി മനസ്സിലാക്കുകയാണ് പിന്നീട് അതൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. സോ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് എന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഐഡിയാസ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്നത്. സോ ന്യൂ മെറ്റീരിയൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓർ ഇലാബറേഷൻ ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ. ഇവിടെ പഠിക്കുന്ന അറിവ്, പുതിയൊരു അറിവ് എന്ന് പറയുന്നത് ഓൾറെഡി കുട്ടിക്ക് അറിയുന്ന ഒരു അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതലുള്ള ഒരു പഠനമാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്നതിൽ നടക്കുന്നത്. In a sense, you might say that this is more valuable learning than that of derivative subsumption, since it enriches a higher level concept. നമുക്ക് പറയാം, ഡെറിവേറ്റീവ് സബ്സംഷനെ നോക്കുമ്പോൾ അവിടെ പുതിയ ഉദാഹരണങ്ങളെ പഠിക്കുന്നുള്ളൂ. എന്നാൽ ഒരു ആശയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ഈ കോറിലേറ്റീവ് സബ്സംഷൻ എന്നത് തന്നെയാണ്. ഒരു പുതിയ ആശയവുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കോറിലേറ്റീവ് സബ്സംഷനിലൂടെ കുട്ടിക്ക് സാധിക്കുന്നു. ഇനി മൂന്നാമത്തേതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്നതാണ്. എ ന്യൂ കോൺസെപ്റ്റ് ഈസ് ലേൺഡ് അണ്ടർ വിച്ച് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഐഡിയാസ് ക്യാൻ ബി സബ്സ്യൂംഡ്. അതായത് കുട്ടി ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്നതിനെക്കുറിച്ച് കുട്ടി പഠിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് കുട്ടിക്ക് അറിയാം. അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കുട്ടി നെയിം ചെയ്യും, ആപ്പിൾ, ഓറഞ്ച് എന്ന് ഒരുപാട് പേരുകൾ കുട്ടി തന്നെ പറയും. വെജിറ്റബിൾസ് എന്നതും നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾ പഠിക്കുന്നു. വെജിറ്റബിൾസ് ഏതാ, പലതരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ പേരുകളെല്ലാം അവർ തന്നെ പറയുന്നു. പിന്നീട് ഗ്രെയിൻസ് എന്താണ്, ഗ്രെയിൻസിൻ്റെയും അതിനും ഒരുപാട് ഉദാഹരണങ്ങൾ നൽകാൻ അവർക്ക് സാധിക്കുന്നു. ഡയറി പ്രോഡക്ട്സ്, അതുപോലെ മീറ്റ്. സോ ഇത്തരത്തിൽ ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഡയറി, മീറ്റ്, ഈ പ്രൊഡക്ട്സിനെ കുറിച്ചെല്ലാം കുട്ടി കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഉദാഹരണങ്ങൾ അറിയുന്ന ഒരു കുട്ടി പിന്നീട് മനസ്സിലാക്കുന്നു ഈ എല്ലാ സാധനങ്ങളും കൂടിച്ചേരുമ്പോൾ ഇറ്റ് ഗീവ്സ് എ ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്. സോ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കുന്ന ഒരു കുട്ടി, ഒരു വലിയ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കുന്ന ഒരു കുട്ടി മുൻകൂട്ടി അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ കുട്ടി മനസ്സിലാക്കിയ മറ്റ് ആശയങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തിയെടുക്കുകയാണ്. സോ അതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ് എന്നുള്ളതാണ്. സോ ഈ ന്യൂ കോൺസെപ്റ്റ് ഇസ് ലേൺഡ് അണ്ടർ വിച്ച് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഐഡിയാസ്, ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടി പഠിച്ച് മറ്റ് ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കാര്യത്തെ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്നു. അതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. സോ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇമാജിൻ യു ആർ വെൽ അക്വൈൻറ്റഡ് വിത്ത് മാപ്പിൾസ്, ഓക്സ്, ആപ്പിൾ ട്രീസ്. സോ ഒരു കുട്ടിക്ക് മാപ്പിൾസ്, ഓക്സ്, ആപ്പിൾ ട്രീസ് ഇതെല്ലാം കുട്ടിക്ക് അറിയാം. കുട്ടി അതിൻ്റെ ഇമേജസ് കണ്ടിട്ടുണ്ട്. മാപ്പിൾസ്, ഓക്സ് അതെല്ലാം തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് അറിയുന്നില്ല ഇതെല്ലാം ഡെസിഡസ് ട്രീസിന് എക്സാമ്പിൾസ് ആണെന്ന്. സോ ഹയർ ക്ലാസ്സിലാണ് കുട്ടി മനസ്സിലാക്കുന്നത് മാപ്പിൾസ്, ഓക്സ്, ആപ്പിൾ ട്രീസ്, താൻ പഠിച്ച ഈ ട്രീസ് ഇതെല്ലാം
ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഒരു ഡെസിഡസ് ട്രീസ് എന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നത് പിന്നീടാണ് കുട്ടി മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പഠനമാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്നതുകൊണ്ട് നടക്കുന്നത്. ഇനി നാലാമതായി പറയാനുള്ളത് കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്നതാണ്. കോമ്പിനറ്റോറിയൽ ലേണിംഗ്, ഇവിടെ ഒരു a new idea is derived from another idea that comes from previous knowledge. അതായത് പുതിയ ഒരു ആശയം ഇവിടെ പഠിപ്പിക്കാൻ എടുക്കുന്ന ഒരു രീതി അതിനോട് സമാനമായ ഒരു ആശയത്തെ കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. എന്നാൽ തീർത്തും അത് തമ്മിൽ വളരെയധികം അന്തരമുണ്ടായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിളായി നമുക്ക് കാണാം പോളിനേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഫിഷ് എഗ്സ്. നമുക്കറിയാം രണ്ട് പ്രോസസ്സും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, പോളിനേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഫിഷ് എഗ്സ്. പക്ഷേ ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഫിഷ് എഗ്സ് ഇതിനെക്കുറിച്ച് ഓൾറെഡി മനസ്സിലാക്കിയ ഒരു കുട്ടിയോട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പൂക്കളിലെ പരാഗണം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ഒരു ആശയം കുട്ടിയുമായി പങ്കിടുന്നത്. സോ ആക്ച്വലി ഇത് രണ്ട് പ്രോസസ്സാണ്, വളരെ വിഭിന്നമായ രണ്ട് പ്രോസസ്സാണ്. എന്നാൽ ഈ രണ്ട് പ്രോസസ്സും തമ്മിൽ എന്തെല്ലാമോ സിമിലാരിറ്റീസ് ഉണ്ട്. സോ ആ സിമിലാരിറ്റീസ് പറഞ്ഞുകൊണ്ട് ലേണിംഗ് ബൈ അനലോജി അത്തരത്തിലൊരു പഠനം നടത്തുന്നതാണ് കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് ത്രീ ലേണിംഗ് പ്രോസസ് ഓൾ ഇൻവോൾവ് ന്യൂ ഇൻഫർമേഷൻ ദാറ്റ് അറ്റാച്ചസ് ടു എ ഹയറാർക്കി അറ്റ് എ ലെവൽ ദാറ്റ് ഇസ് എയ്തർ ബിലോ ഓർ അബവ് പ്രീവിയസ്ലി അക്വയർഡ് നോളജ്. നമുക്ക് കാണാം, നമ്മൾ ആദ്യം പറഞ്ഞ ഡെറിവേറ്റീവ് സബ്സംഷൻ, അതുപോലെ തന്നെ കോറിലേറ്റീവ് സബ്സംഷൻ, സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും ഇവിടെയെല്ലാം നടക്കുന്നത് ന്യൂ ഇൻഫർമേഷൻ അറ്റാച്ചസ് ടു എ ഹയറാർക്കി അറ്റ് എ ലെവൽ. പുതിയ ഓരോ ഇൻഫോർമേഷനും ഇറ്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ആണ് ടു എ ഹയറാർക്കി ലെവൽ. ഇവിടെ ഫ്രൂട്ട്സ് എന്നതിനെക്കുറിച്ച് കുട്ടി പഠിക്കുമ്പോൾ ഇതെല്ലാം മറ്റു കുട്ടി പഠിച്ച ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്യാവുകയാണ് ചെയ്യുന്നത്, അതുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും കുറച്ചു വ്യത്യസ്തതയുണ്ട്. ഇവിടെ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പ്രോസസ് ബൈ വിച്ച് ന്യൂ ഐഡിയാസ് ഡിറൈവ് ഫ്രം അനദർ ഐഡിയ ദാറ്റ് ഈസ് നെയ്തർ ഹയർ നോർ ലോവർ ഇൻ ദ ഹയറാർക്കി. ഒരേ ഒരു ഹയറാർക്കിയിൽ നിൽക്കുന്നതല്ല. ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് ആശയങ്ങളാണ്, പോളിനേഷൻ എന്ന് പറയുന്നതും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതും. സോ ഇവിടെ രണ്ടും ഇറ്റ് ഈസ് നെയ്തർ ഹയർ നോർ ലോവർ ഇൻ ദ ഹയറാർക്കി ബട്ട് അറ്റ് ഓൾമോസ്റ്റ് സെയിം ലെവൽ. എന്നാൽ രണ്ടിലും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സെയിം ലെവൽ. സോ അത്തരത്തിൽ അവിടെ പഠനം നടക്കുന്ന ലേണിംഗ് ബൈ അനലോജി, ഇതാണ് കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സീ the two major concepts designed by him in this theory, the progressive differentiation and integrative reconciliation. So meaningful verbal learning നടക്കണമെങ്കിൽ അദ്ദേഹം പറയുന്നത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ, ഈ രണ്ട് പ്രോസസ്സിലൂടെ മാത്രമേ അർത്ഥവത്തായ പഠനം നടക്കുകയുള്ളൂ എന്നതാണ്. These are the two major processes by which characterize development of conceptual structure and by helping promoting meaningful learning and retention of potentially meaningful learning material. അതായത് ഓരോ വ്യക്തിയുടെയും അറിവിൻ്റെ ഘടന ശരിയായി വികാസം സംഭവിക്കാനും അതുപോലെ തന്നെ അർത്ഥവത്തായ പഠനം നടക്കണമെങ്കിലും പിന്നീട് പഠിച്ച അറിവുകളെ ഓർത്തെടുക്കാൻ സാധിക്കുന്നതിനും സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളായി, വളരെ പ്രാധാന്യമുള്ള രണ്ട് ഘടകങ്ങളായാണ് അദ്ദേഹം പറയുന്നത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ. ലെറ്റ് us see it in detail. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ഇവിടെ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ തിയറിയിൽ ആദ്യം പ്രതിപാദിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ബ്രോഡ് ഐഡിയ ഓഫ് വാട്ട് ഇസ് ടു ബി ടോട്ട് ഇസ് പ്രസൻറ്റഡ് ഫസ്റ്റ്. എന്താണോ പഠിപ്പിക്കാനുള്ളത് അതിൻ്റെ ഒരു ബ്രോഡ് ഐഡിയ അതാണ് ആദ്യം കുട്ടികൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ അതിൻ്റെ പൊതുവായ ഒരു സ്വഭാവം അല്ലെങ്കിൽ പൊതുവായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ചെറിയ അല്ലെങ്കിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉപഭാഗങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. ഇവിടെ ഒരു ലീഫ് എന്താണ് അല്ലെങ്കിൽ ലീഫ് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സിനെ കുറിച്ച് പഠിക്കേണ്ടതുള്ളൂ. സോ ബ്രോഡ് ഐഡിയ ഷുഡ് ബി പ്രസൻറ്റഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ സ്പെസിഫിക്, അതായത് ജനറൽ ടു സ്പെസിഫിക് എന്നത് തന്നെ, ജനറൽ ടു സ്പെസിഫിക്. അപ്പോൾ ജനറൽ കോൺസെപ്റ്റ് ഷുഡ് ബി പ്രസൻറ്റഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ വി ഷുഡ് മൂവ് ഓൺ ടു ദ സ്പെസിഫിക് കോൺസെപ്റ്റ്സ്. അത് തന്നെയാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the most general ideas of the subject should be presented at first and then progressively differentiated in terms of detail and specificity. This helps in increasing the stability and clarity of anchoring ideas. ഇത്തരത്തിൽ ജനറൽ ടു സ്പെസിഫിക് എന്ന രീതിയിൽ പഠനം കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല വ്യക്തമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു.
And the second process he said about is integrative reconciliation. Integrative reconciliation. This is relational crosslinks representing new relationships between new concepts and existing conceptual structure. Thus, integrating new concepts entails reconciling new information with the old and existing knowledge structure. ഇത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ന്യൂ നോളജ് ഷുഡ് ഓൾവേസ് ബി പ്രസൻറ്റഡ് by relating it with the existing knowledge. ഓരോ പുതിയ അറിവുകളും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് അതുമായി ബന്ധമുള്ള അവരിൽ നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം എന്നതാണ്. സോ ഓരോ പുതിയ അറിവുകളെയും നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിക്കൺസൈൽ എന്നത് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. റിക്കൺസൈൽ എന്നത് ഉദ്ദേശിക്കുന്നത് യോജിപ്പ് എന്നതാണ്. സോ ഓരോ പുതിയ അറിവുകളെയും പഴയ അറിവുമായി യോജിപ്പിച്ചു കൊണ്ട് വേണം അവതരിപ്പിക്കേണ്ടത് എന്നതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ ലേണർ ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ദ ടു കോൺസെപ്റ്റ്സ് ആർമി ആൻഡ് നേവി. ആർമി ആൻഡ് നേവി ഇതിനെക്കുറിച്ച്, ആർമി എന്താ നേവി എന്താ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളുള്ള കുട്ടികൾ തന്നെ ഈ രണ്ട് ആശയങ്ങളെയും രണ്ട് രീതിയിൽ, അല്ലെങ്കിൽ ആർമി നേവി ഇത് രണ്ടും സെപ്പറേറ്റായി രണ്ട് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് എന്ന രീതിയിൽ കുട്ടിക്ക് മനസ്സിലാക്കുന്നു. ബട്ട് ഇസ് അൺഅവെയർ ഓഫ് ദ റിലേഷൻഷിപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതിൻ്റെ പൊതുവായ റിലേഷൻഷിപ്പ്, ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രണ്ട് ആശയങ്ങൾ സ്വായത്തമാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ആശയങ്ങളെ ശരിയായ രീതിയിൽ യോജിപ്പിക്കാനും ബന്ധിപ്പിക്കാനും സാധിക്കണം. ഇവിടെ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്നത്. സോ ഒരു കുട്ടി മനസ്സിലാക്കുന്നു ആർമി ആൻഡ് നേവി എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസിൻ്റെ രണ്ട് പാർട്സ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവിടെ അറിവ് പൂർണ്ണമാകുന്നത്. ഇവിടെ നേടിയെടുത്ത പുതിയ അറിവിനെ പഴയ അറിവുമായി ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കുട്ടിക്ക് സ്വന്തം വൈജ്ഞാനിക വികാസം സംഭവ്യമാകുന്നു. ഓക്കെ. And the progressive differentiation and integrative reconciliation, these two processes have significant application in designing curriculum material and planning and executing classroom ഇൻസ്ട്രക്ഷൻ. അദ്ദേഹം പറയുന്നത് പാഠ്യപദ്ധതി നിശ്ചയിക്കുന്ന സമയമെല്ലാം ഈ രണ്ട് ഇത് രണ്ട് പ്രക്രിയകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ്. ഇൻ കേസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ, മോസ്റ്റ് ജനറൽ ആൻഡ് ഇൻക്ലൂസീവ് ഐഡിയാസ് ഓഫ് ദ ഡിസിപ്ലിൻ ആർ പ്രസൻറ്റഡ് അറ്റ് ഫസ്റ്റ്, ഫോളോഡ് ബൈ ഗ്രാജുവലി ഇൻക്രീസ് ഓഫ് സക്സസീവ് ഐഡിയാസ് ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽസ്. നമുക്കറിയാം ബ്രൂണർ പറഞ്ഞതിനു സാമ്യമായി തന്നെ സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞ ബ്രൂണറിൻ്റെ ചിന്തയോട് സമാനതയുള്ളത് തന്നെയാണ് ഇവിടെയും അദ്ദേഹം പറയുന്നത്. കരിക്കുലം കൺസ്ട്രക്ഷനിൽ ജനറൽ കോൺസെപ്റ്റ്സിനെ കുറിച്ച് ആദ്യം ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് സക്സസീവ് ക്ലാസ്സസ് അല്ലെങ്കിൽ അതിൻ്റെ സക്സസീവ് ഐഡിയാസ് എല്ലാം പിന്നീടുള്ള ക്ലാസ്സുകളിൽ നൽകുന്ന ഒരു രീതി ആയിരിക്കണം നമ്മൾ സ്വായത്തമാക്കേണ്ടതെന്നാണ്. ആൻഡ് ലേണിംഗ് ഓഫ് സക്സസീവ് ഐഡിയാസ് ഈസ് മീനിങ്ഫുള്ളി റിലേറ്റഡ് ടു വാട്ട് ഹാസ് ബീൻ പ്രസൻറ്റഡ് ബിഫോർ. അതുമാത്രമല്ല പുതിയ സബ് കോൺസെപ്റ്റ്സ്, പുതിയ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ആ കാര്യങ്ങൾ ഏതുമായാണോ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് ജനറൽ കോൺസെപ്റ്റുമായാണോ ബന്ധപ്പെടുത്തേണ്ടത് അതിനെ ശരിയായ രീതിയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പുതിയ അറിവുകൾ സ്വായത്തമാക്കേണ്ടത്. And now we are going to discuss the major contribution of Ausubel, that is advanced organizer. ഇത്രയും നേരം അദ്ദേഹം മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് എങ്ങനെ നടത്താം, എങ്ങനെ വെർബൽ ലേണിംഗ് മീനിങ്ഫുൾ ആക്കാം, അതിനെങ്ങനെ റിലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ക്ലാസ് റൂമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ ആൻഡ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ഇതെങ്ങനെ കുട്ടികളെ സംഭവ്യമാക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്നതിലൂടെ അദ്ദേഹം പറയുന്നത്. ആക്ച്വലി these two processes, progressive differentiation and integrative reconciliation, are implemented by advanced organizers. So ഇത് ശരിക്കും നടപ്പാക്കുന്നത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്നുള്ളത് നടപ്പാക്കുന്നത് അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ ഉപയോഗത്തോടെയാണ്. ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ പെഡഗോജിക് ഡിവൈസ് എന്ന് നമുക്ക് പറയാം. that helps in implementing the principles of progressive differentiation and integrative reconciliation by bridging the gaps between what the learner already knows and what he needs to know if he is to learn the new material most actively and expeditiously. So ഒരു പുതിയ കാര്യം ഇഫക്റ്റീവായി തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിൽ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന ഈ രണ്ട് പ്രക്രിയകളിലൂടെ സംഭവ്യമാകണമെങ്കിൽ അഡ്വാൻസ്ഡ് ഓർഗനൈസർ തീർച്ചയായും ഒരു അധ്യാപകയെ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അഡ്വാൻസ്ഡ് ഓർഗനൈസർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് മീനിങ്ഫുൾ ലേണിംഗ് ആൻഡ് റിട്ടൻഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ്
Azubel describes advanced organizer as introductory materials which are presented in advance of the learning task. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത് പഠന പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നടക്കുന്നതല്ല. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ ആവശ്യം വേണ്ടുന്നത്. അതായത് ഒരു പുതിയ ആശയം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, ഒരു പുതിയ ആശയത്തെ പരിചയപ്പെടുത്തുന്ന സമയത്താണ് ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസർ എപ്പോഴും സഹായിക്കുന്നതെന്ന് ഒസുബൽ പറയുന്നു. Its major function are to explain, integrate and interrelate the material in the learning task with already learned material from the previously learned material. Thus, it provides an ideational scaffolding for the stable incorporation and retention of the more detailed and differentiated material that follows in the learning passage. അതായത് ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ ഉപയോഗത്തോടു കൂടി ഒരു അധ്യാപികയ്ക്ക് പുതിയ ഒരു ആശയത്തെ കുട്ടികളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്നു. അവരുടെ നിലവിലുള്ള അറിവുമായി കോർത്തിണക്കിക്കൊണ്ട്, ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ഇൻ്റർറിലേറ്റിംഗ്, അതുമായി യോജിപ്പിച്ച് ശരിയായ രീതിയിൽ കോർത്തിണക്കി ആ പുതിയ ആശയത്തിലേക്ക് കുട്ടിയെ എത്താൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾസോ ഹി മെൻഷൻ ഇറ്റ് ആസ് ആൻ ഐഡിയേഷണൽ ആങ്കറേജ് എന്നും അദ്ദേഹം ഇതിനെ പറയുന്നുണ്ട്. ഐഡിയേഷണൽ ആങ്കറേജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആങ്കറിങ്, അതായത് കൊളുത്തുക അല്ലെങ്കിൽ കണ്ണി ചേർക്കുക, പുതിയ അറിവുകളെ, ന്യൂ നോളേജ്, പുതിയ അറിവുകളെ എക്സിസ്റ്റിംഗ് നോളേജ്, കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലെ എക്സിസ്റ്റിംഗ് നോളേജുമായി ശരിയായ രീതിയിൽ കോർത്തിണക്കുക. അതിനെ തന്നെയാണ് ഐഡിയേഷണൽ സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഐഡിയേഷണൽ ആങ്കറേജ് എന്നെല്ലാം പറയുന്നു. സോ ഇത്തരത്തിൽ കോർത്തിണക്കാൻ അല്ലെങ്കിൽ കൊളുത്തി വെക്കാൻ, കണ്ണി ചേർക്കാൻ അഡ്വാൻസ്ഡ് ഓർഗനൈസർ കൊണ്ട് സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ മോസ്റ്റ് ഇഫക്റ്റീവ് ഓർഗനൈസേഴ്സ് ആർ ദോസ് ദാറ്റ് യൂസ് കോൺസെപ്റ്റ്സ്, terms and propositions that are already familiar to the learner as well as appropriate illustrations and analogies. So ഒരു ക്ലാസ് മുറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്നുള്ളത് ഓരോ ആശയത്തെയും അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ട ഒരു പുതിയ ആശയത്തിനനുസരിച്ച് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മാറിപ്പോകുന്നതാണ്. പലപ്പോഴും കുട്ടികൾ ഓൾറെഡി നേടിയെടുത്ത പുതിയ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസിഷൻ, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കാം, കുട്ടിക്ക് അറിയുന്ന ചില ടേംസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കാം നമ്മളൊരു പുതിയ ആശയം അവതരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സമാനതയുള്ള മറ്റു കാര്യങ്ങളുമായി, നേരത്തെ പറഞ്ഞതുപോലെ പോളിനേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ്സ്, സോ അതുമായി സമാനതയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഇല്ലസ്ട്രേഷൻസ്, ഇപ്പോൾ വെൻ ഡയഗ്രാംസ് അല്ലെങ്കിൽ മറ്റു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഉപയോഗിക്കുന്നതും ഇതെല്ലാം അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. And now we are going to see the two types of advanced organizer. The first one is comparative organizer and the second one is expository organizer. Comparative organizer, the main goal is to achieve existing schemas and activate existing schemas and is used as reminders to bring about the working memory of what you may not realize is relevant. A comparative organizer is also used both to integrate as well as discriminate. ഇവിടെ ഒരു കമ്പാരിറ്റീവ് ഓർഗനൈസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി ഓൾറെഡി നേടിയെടുത്ത ഒരുപാട് അറിവുകളുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുതിയ ആശയം കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ, കുട്ടി നേടിയെടുത്ത ആ അറിവ്, മുൻകാലങ്ങളിൽ കുട്ടി നേടിയെടുത്ത ആ അറിവിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കമ്പാരിറ്റീവ് ഓർഗനൈസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കുട്ടി ഓൾറെഡി അക്വയർ ചെയ്തിട്ടുള്ള ഒരു ആശയം, ആ ആശയത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയൊരാശയത്തെ കുട്ടിക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നു. സോ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് അതിനെ ശരിയായി യോജിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധമുള്ളതാണെങ്കിൽ ശരിയായി ബന്ധിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ വിവേചിക്കാനും അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അത് തമ്മിലുള്ള അന്തരങ്ങൾ കണ്ടെത്തി അതിനെ വിവേചിക്കാനും കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ എക്സ്പോസിറ്ററി ഓർഗനൈസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്തും ഒരു പുതിയ ആശയം കുട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു അധ്യാപിക വളരെയധികം വിശദീകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സമ്മറി എല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ബ്രോഡ് ഐഡിയ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടായിരിക്കാം ആ ആശയത്തിനുള്ളിലേക്ക് കടക്കുന്നത്. ഇതിനെ നമുക്ക് എക്സ്പോസിറ്ററി ഓർഗനൈസർ എന്ന് പറയാം. സോ ദ മെയിൻ ഗോൾ ഓഫ് expository organizer is to provide new knowledge that students will need to understand the upcoming information. പുതിയ അറിവിനെ സ്വായത്തമാക്കാൻ കുട്ടിക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സപ്പോർട്ട്
നൽകുക എന്നതാണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും എക്സ്പോസിറ്ററി ഓർഗനൈസർ ഉപയോഗിക്കുന്ന ഒരു അധ്യാപിക പുതിയ ഒരു ആശയത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചേറെ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു ബ്രോഡ് ഐഡിയ എന്താണോ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു എൻറ്റയർ ഐഡിയ കുട്ടികൾക്ക് മുന്നിൽ സമ്മപ്പ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. And they often relate what the learner already knows with the new and unfamiliar material. This in turn is aimed to make the unfamiliar material more plausible to the learner. ഈ എക്സ്പോസിറ്ററി ഓർഗനൈസറും കമ്പാരിറ്റീവ് ഓർഗനൈസറും രണ്ടും ഒരേ ഉപയോഗം, അതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. വ്യക്തമായ അല്ലെങ്കിൽ വിശ്വസനീയമായി കുട്ടികളിലേക്ക് പുതിയ ആശയങ്ങളെ പഴയ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ പഴയ അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ആശയത്തെ സ്വാംശീകരിക്കാൻ സഹായിക്കുന്നു എന്നത് തന്നെയാണ് ഓർഗനൈസറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. ആൻഡ് നൗ ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ തിയറി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം മീനിങ് ലേണിംഗ് എന്നത് റോട്ട് ലേണിംഗ്, വെറുതെ ഉരുവിട്ട് പഠിക്കുന്നതിലും എത്രയോ നല്ല ഒരു പഠന രീതി തന്നെയാണ് അർത്ഥവത്തായി ശരിയായ ഒരു പഠനം നടക്കേണ്ടത് എന്നത് തന്നെ. So the meaningful learning suggested by Ausubel's assimilation theory presents a valuable concept for educational process. ഇത് വലിയൊരു സംഭാവന തന്നെയാണ്. ആൻഡ് Ausubel also stresses the importance of reception rather than discovery learning. ബ്രൂണർ പറയുന്ന ഡിസ്കവറി ലേണിംഗ് അന്വേഷിച്ചു കൊണ്ടുള്ള പഠനത്തെക്കാളും നല്ല രീതിയിൽ തന്നെ പല പുതിയ അറിവുകളും സ്വായത്തമാക്കാൻ റിസപ്ഷൻ ലേണിംഗ് കൊണ്ട് സാധിക്കുന്നു എന്ന് Ausubel പറയുന്നു. ആൻഡ് ഓൾസോ അബൌട്ട് ദ മീനിങ്ഫുൾ ലേണിംഗ് ഇൻ സ്പൈറ്റ് ഓഫ് റോട്ട് ലേണിംഗ്. ഉരുവിട്ടുള്ള പഠനത്തിന് പകരമായി അർത്ഥവത്തായ പഠനം ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഹി ബിലീവ്ഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയാസ് അച്ചീവ് ത്രൂ ഡിഡക്റ്റീവ് റീസണിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ടു സ്പെസിഫിക്. General concept should be presented at first and then we should enter to the specific concept. ഇത്തരത്തിൽ ഡിഡക്റ്റീവ് റീസണിങ്ങിലൂടെ വേണം പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. A successful instructional process is depend both on learner and teacher. നമുക്കറിയാം എപ്പോഴും ഒരു പഠന പ്രവർത്തനം ശരിയായ രീതിയിൽ സക്സസ്ഫുൾ ആകുന്നത്, അത് നല്ലതാകുന്നത്, അത് ഇഫക്റ്റീവ് ആകുന്നത് എപ്പോഴും ഒരു ലേണർ ആൻഡ് ടീച്ചർ രണ്ടുപേരുടെയും ശരിയായ രീതികൾ കൊണ്ട് തന്നെയാണ്. Ausubel referred to the process of teaching as expository teaching. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ ഷുഡ് ബി വെരി ക്ലിയർ, ദി എക്സ്പോസിറ്ററി ടീച്ചിങ്, സോ ആസ് ടു മേക്ക് ദ എക്സ്പോസിറ്ററി ടീച്ചിങ് സക്സസ്ഫുൾ. ആൻഡ് ദ റിസപ്ഷൻ, ദാറ്റ് ഇസ് ദ students receiving the information, that also should be good. Means the student should be attentive while listening. കുട്ടികൾ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അറ്റൻറ്റീവായി തന്നെ അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ലേണിംഗ് നടക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. എക്സ്പോസിറ്ററി ടീച്ചിങ് ആൻഡ് റിസപ്ഷൻ ലേണിംഗ്. And also he says that new ideas in the context of learners, he notices that learning won't occur unless the student makes an active attempt to relate new material to the already acquired knowledge. ഇതാണ് നേരത്തെ പറഞ്ഞത്. എക്സ്പോസിറ്ററി ടീച്ചിങ് എന്നതുകൊണ്ട് ടീച്ചർ വളരെ നല്ലതായി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സ്പോസിറ്ററി ടീച്ചിങ് നല്ലതായ രീതിയിൽ നടക്കണം എന്നതുപോലെ തന്നെ റിസപ്ഷൻ ലേണിംഗ് എന്നത് ശരിയായ രീതിയിൽ നടക്കണം. ഇവിടെ റിസപ്ഷൻ ലേണിംഗ് ശരിയായ രീതിയിൽ നടക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ അറ്റൻറ്റീവായിക്കൊണ്ട് തന്നെ ഈ ടീച്ചറെ മനസ്സിലാക്കണം എന്നത് തന്നെയാണ്. അറ്റൻറ്റീവായി ലിസൺ ചെയ്താൽ മാത്രമേ പുതിയ കാര്യങ്ങൾ കുട്ടിക്ക് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. സോ അവിടെ ഒരു ആക്റ്റീവ് അറ്റംപ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ലേണർ ഈസ് ഓൾസോ നീഡഡ്. ആൻഡ് പ്രയർ നോളജ്, അടുത്ത് പറയുന്നത് പ്രയർ നോളജിൻ്റെ കാര്യമാണ്. നമുക്കറിയാം മുന്നറിവ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. മുന്നറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴും പുതിയ ആശയങ്ങളെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. മുന്നറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുട്ടി ഓരോ കാര്യങ്ങളും പുതിയ ആശയങ്ങളും ശരിയായ രീതിയിൽ ക്രോഡീകരിച്ച് അവൻ്റെ അറിവിൻ്റെ ഘടന വികസിപ്പിച്ചെടുക്കുന്നതും. സോ ഇങ്ങനെ മുന്നറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ അറിവുകൾ പകർന്നു നൽകുമ്പോൾ അതിനെ ശരിയായി കണ്ണി ചേർക്കാൻ, ആങ്കറിങ് ശരിയായ രീതിയിൽ കണ്ണി ചേർക്കാനും കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നു. ആൻഡ് ആഫ്റ്റർ അഷ്യൂറിംഗ് സ്റ്റുഡൻറ്റ് ഹാസ് റിക്വയർഡ് പ്രയർ നോളജ് ആൻഡ് ടീച്ചർ ഹാസ് ടു പ്രസൻറ്റ് ലേണിംഗ് മെറ്റീരിയൽ ഇൻ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചർഡ് മാനർ. സോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ കുട്ടികളിൽ ഈ ഒരു പുതിയ ആശയം സ്വായത്തമാക്കാൻ വേണ്ടുന്ന നിലവിലുള്ള അറിവ്, അതായത് എക്സിസ്റ്റിംഗ് നോളജ്, അതിന് വേണ്ടുന്ന മുന്നറിവ് കുട്ടികളിലുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വേണം പുതിയൊരു അറിവ് അല്ലെങ്കിൽ പുതിയൊരു ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത്. സോ അവിടെ പ്രയർ നോളജ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ്സ് എന്നെല്ലാം നമ്മൾ പറയും, അത് കുട്ടികളിലുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതിനുശേഷം ശരിയായ രീതിയിൽ ക്രമീകരിച്ചും ക്രോഡീകരിച്ചും പുതിയ ആശയത്തിന് അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ആസ് ഹി സെഡ്, advanced
അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റിയായി കുട്ടികളെ പുതിയൊരു ആശയത്തിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ പുതിയ ആശയങ്ങളെ കുട്ടികളുടെ എക്സിസ്റ്റിംഗ് നോളേജുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ അഡ്വാൻസ്ഡ് ഓർഗനൈസർ കൊണ്ട് സാധിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. I think you enjoyed this session. Thank you. All the best.